വെൽക്കം. റഹ്മാനാണ്. മോളിക്കുലാർ ബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ആർഎൻഎയെ കുറിച്ചിട്ടാണ്. സോ ഇവിടെ നമുക്ക് ആർഎൻഎ എന്താണ് എന്നൊന്ന് പറയണം, ദെൻ അതിന്റെ സ്ട്രക്ചർ നോക്കണം, ദെൻ വിവിധ തരത്തിലുള്ള ആർഎൻഎകളെ പറ്റി പറയണം, ഒന്ന് ക്ലാസിഫൈ ചെയ്യണം, ദെൻ ഓരോ തരം ആർഎൻഎകളെ പറ്റിയും അവയുടെ ഫംഗ്ഷനും കൂടി ഒന്ന് പറയണം. സോ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയേണ്ടത്. ആർഎൻഎ എന്ന് പറയുമ്പോൾ റൈബോന്യൂക്ലിക് ആസിഡ് ആണ്. റൈബോന്യൂക്ലിക് ആസിഡ് ആണ്. സോ DNA ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആയിരുന്നു. അപ്പൊ രണ്ടിലും ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ന്യൂക്ലിയോടൈഡ്സ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ബേസിക്കലി ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിലെ ഷുഗർ ആണ്. ഇതിനകത്തുള്ള ഷുഗർ എന്ന് പറയുന്നത് റൈബോ ഷുഗർ ആണ്, മറ്റതിനകത്ത് ഡിയോക്സി റൈബോസ് ആണ്. ഇതാണ് വ്യത്യാസം. റൈബോസ് എന്ന് പറയുമ്പോൾ ഇവിടെയും രണ്ടിലും മൂന്നിലും 2, 3, ഇത് 1, 3, 4, 5, 5. സോ ഇവിടെയാണ് വ്യത്യാസം, ഡിയോക്സി റൈബോസ് അല്ല. സോ അതുകൊണ്ട് ആർഎൻഎ ഇതാ ഇവിടെ ഒരു OH കൂടിയുണ്ട്. ആർഎൻഎ കുറച്ചും കൂടി റിയാക്റ്റീവ് ആയിരിക്കും. DNA കുറെ ഇനേർട്ട് ആണ്, അല്ലെങ്കിൽ ഇന്ററാക്ഷൻ കുറവാണ്, സ്റ്റേബിൾ മോളിക്യൂൾ. സോ ദിസ് ഈസ് മോർ ഇന്ററാക്റ്റീവ്. RNAs are inherently unstable ആണ്, and this can be destroyed by alkali. So ഇതാണ് ഒരു വ്യത്യാസം, റൈബോസ് ഷുഗർ ഉള്ളത് കൊണ്ടുള്ള വ്യത്യാസമാണ്. അടുത്ത വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ന്യൂക്ലിക് ആസിഡിൽ ഈ റൈബോസ് ഷുഗറിൽ പൊസിഷൻ 1ൽ ഇവിടെ നമുക്കറിയാം ന്യൂക്ലിക് ആസിഡ് ആവാനായിട്ട് നൈട്രോജീനിയസ് ബേസസ് നമുക്ക് വേണം. സോ പ്യൂരിൻസ് ആകാം, ഇറ്റ് ക്യാൻ ബി പ്യൂരിൻസ് ഓർ പിരിമിഡിൻസ് ആയിരിക്കാം. സോ RNAയിൽ പ്യൂരിൻ ഈസ് DNA പോലെ തന്നെയാണ്. അഡിനിൻ ഉണ്ട് ആൻഡ് ഓൾസോ ഗ്വാനിൻ ഉണ്ട്. സോ ഇത് രണ്ടും തന്നെ. പക്ഷെ പിരിമിഡിൻ ബേസിൽ ഒന്ന് സൈറ്റോസിൻ തന്നെയാണ്, പക്ഷെ രണ്ടാമത്തത് ഇറ്റ് ഈസ് യുറാസിൽ ആണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. DNA തൈമിനായിരുന്നു അല്ലെ, തൈമിനാണ്, പക്ഷെ ഇവിടെ യുറാസിലാണ് എന്നുള്ളതാണ് വ്യത്യാസം. ഇനി പൊസിഷൻ 5 ഇവിടെ നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് തന്നെയാണ്, രണ്ടിലും സെയിം ആണ്. സോ ബാക്കി അറ്റാച്ച്മെന്റ്സ് ഒക്കെ സെയിം തന്നെയാണ്. സോ ആർഎൻഎയുടെ ന്യൂക്ലിയോടൈഡ്സ് ആർ റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ്, റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ് എന്നുള്ളതാണ് ഇതിൽ വരുന്ന വ്യത്യാസം. സോ ആർഎൻഎ പോളിമർ ഓഫ് റൈബോ ന്യൂക്ലിയോടൈഡ്സ്. സോ ഇവ ഇങ്ങനെ 3ൽ അടുത്ത ഫോസ്ഫേറ്റ് ഇവിടെ അങ്ങനെ അങ്ങ് പോകും. ആൻഡ് ആർഎൻഎ നമുക്കറിയാം സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. സിംഗിൾ സ്ട്രാൻഡഡ് ആണെങ്കിൽ DNA നമ്മൾ പഠിച്ചത് ഡബിൾ സ്ട്രാൻഡഡ് ആണ്. സോ അതുകൊണ്ട് ആർഎൻഎ കുറച്ചും കൂടി അപ്പൊ ചെറുതായിരിക്കും, കമ്പാരിറ്റീവ്ലി സ്മോളർ ദാൻ DNA. പക്ഷെ ആർഎൻഎയുടെ സിംഗിൾ സ്ട്രാൻഡ്സ് തമ്മിൽ ഇതാണ് ഒരു സ്ട്രാൻഡ്സ് എന്ന് വിചാരിക്കുക. ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഈ സ്ട്രാൻഡുകൾ തമ്മിൽ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ട് അവയ്ക്ക് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്, ദി സ്ട്രാൻഡ്സ് ക്യാൻ ഫോൾഡ് ആൻഡ് ഫോം കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഓഫ് ആർഎൻഎ ഒക്കെ ഫോം ചെയ്യാം. അടുത്തത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പലവിധ കോംപ്ലക്സ് സ്ട്രക്ചർ ഉണ്ടാക്കാം. സ്മോൾ ആണ് വെൻ കമ്പയർഡ് ടു DNA. ഇനി DNA മിക്കവാറും ഇത് സെല്ലാണെങ്കിൽ ഇത് ന്യൂക്ലിയസിലാണ്, പ്രോകാരിയോട്സിൽ പുറത്താണ്. RNA ഉള്ളത് സൈറ്റോപ്ലാസത്തിലായിരിക്കും. ആൻഡ് ഫംഗ്ഷൻ ഓഫ് RNA പ്രധാനമായിട്ടും ഈ RNA പ്രധാനമായിട്ടും മോസ്റ്റ്ലി ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആണ് ഇവയുടെ ഫംഗ്ഷൻ. ഇമ്പോർട്ടന്റ് ഇൻ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA ഇതാണെങ്കിൽ DNAയിൽ നിന്ന് നമ്മൾ mRNA ഉണ്ടാക്കുന്നു, mRNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മുടെ മോളിക്കുലാർ ബയോളജിയുടെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഇതാണ്. സോ അതിനുവേണ്ടി സഹായിക്കുന്നത് RNAകളാണ്. ഫ്രം ദ DNA കോഡ്സ്, DNAയിലുള്ള കോഡ് mRNAയിലേക്ക് പകർന്നു, ദെൻ പ്രോട്ടീൻ സിന്തസിസ്. ദെൻ RNA ചില വൈറസുകളിൽ മറ്റും ജനറ്റിക് മെറ്റീരിയലായിട്ടും ഉണ്ട് എന്ന് കൂടി നമുക്കൊന്ന് ഓർക്കാം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് RNA പറയാം. RNA ബേസിക്കലി നമുക്ക് കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ് എന്ന് എഴുതാം. നോൺ കോഡിംഗ് mRNA ആണ്, mRNA ഓർ മെസ്സഞ്ചർ RNA ആണ്. ആൻഡ് ഇതിന്റെ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന HNRNA എന്ന് പറയുമ്പോഴത്തേക്കും ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA. ഇതാണ് കോഡിംഗ് RNA. ബാക്കിയെല്ലാം നോൺ കോഡിംഗ് ആണ്. നോൺ കോഡിംഗിൽ കുറച്ച് ഹൗസ് കീപ്പിംഗ് ആണ്. ഹൗസ് കീപ്പിംഗ് ഉദാഹരണം tRNA ഓർ ട്രാൻസ്ഫർ RNA, ദെൻ റൈബോസോമൽ RNA rRNA, ഇതൊക്കെ ഹൗസ് കീപ്പിംഗ് ആണ്. ബാക്കിയെല്ലാ നോൺ കോഡിങ്ങും റെഗുലേറ്ററി ടൈപ്പ്, പല കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ടൈപ്പാണ്. ഉദാഹരണത്തിന് ലോങ് നോൺ കോഡിംഗ് RNAs ഉണ്ട്, നോൺ കോഡിംഗ് LNC RNA എന്ന് പറയാം. ദെൻ സ്മോൾ നോൺ കോഡിംഗ് RNAs ഉണ്ട്, എസെൻസ് RNAs എന്ന് വിളിക്കാം. ആൻഡ് എസെൻസ് സൈറ്റോപ്ലാസ്മിക് ഉള്ളതിനെ SNC RNA എന്ന് വിളിക്കാം. ന്യൂക്ലിയസിലുള്ളത് SNRNA എന്ന് വിളിക്കാം. ദെൻ ന്യൂക്ലിയോളസിലുള്ളത് SNORNA എന്ന് വിളിക്കാം. മൈക്രോ RNA, miRNA, സ്മോൾ ഇന്റർഫറിംഗ് RNA, PV ഇന്ററാക്ടിംഗ് RNA, മൈറ്റോകോൺട്രിയൽ RNA. സോ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള RNA ആണ് നമുക്ക് ഇനി കാണാനുള്ളത്. സോ നമുക്ക് ആദ്യം കോഡിംഗ് RNA ആയിട്ടുള്ള mRNA ഓർ മെസ്സഞ്ചർ RNA പറ്റി പറയാം. നമ്മുടെ സെല്ലിനകത്ത് മൊത്തം ഒരു 5 to 10% വരും ഇത് മൊത്തം RNAയുടെ. ആൻഡ് ദിസ് ഈസ് ഷോർട്ട് ലിവ്ഡ്, കുറച്ച് നേരം മാത്രമേ ഉള്ളൂ സംഭവം. ആൻഡ് mRNA ഇസ് ദ കോപ്പി ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഓഫ് 1 DNA. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെങ്കിൽ ഇതിന്റെ ഒരു കോപ്പിയാണ് mRNA എന്ന് പറയുന്നത്. സോ 5' to 3'. സോ DNAയിലുള്ള എല്ലാ ജനറ്റിക് ഇൻഫർമേഷൻസ്, ഇവിടെയുള്ള എല്ലാ ജനറ്റിക്
ഇൻഫർമേഷനും mRNAയിലും ഉണ്ടായിരിക്കും. സോ mRNA carries the message of genetic informations from DNA ആൻഡ് ഇത് കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് റൈബോസോമിലാണ്. സോ ദ മെസ്സേജസ് അബൌട്ട് ദ പ്രോട്ടീൻസ് ആർ ഡീകോഡഡ് ഇൻ ദ റൈബോസോംസ്. സോ ട്രാൻസ്ലേഷന് വേണ്ടിയുള്ള DNA ട്രാൻസ്ക്രിപ്റ്റ് ആണ് mRNA. സോ mRNA is the transcript of DNA. ആൻഡ് ഈ mRNA ഉണ്ടാക്കുന്ന ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് RNA പോളിമറേസ് 2 ആണ്. RNA പോളിമറേസ് 2 ആണ് ഇത് സംഭവം ഉണ്ടാക്കും. സോ mRNA സൈറ്റോപ്ലാസത്തിൽ എത്തുന്നതിന് മുമ്പ്, സോ ന്യൂക്ലിയസിലാണല്ലോ ഇത്, യൂക്കാരിയോട്സിലെ കാര്യമാണ്. യൂക്കാരിയോട്സിൽ ഇത് ഉണ്ടാക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ദെൻ ഇവിടെ എത്തിക്കണം. സോ ഇവിടെ ഉള്ളപ്പോൾ ഇതിന്റെ പേര് നമ്മൾ hnRNA എന്നാണ് വിളിക്കുക. ആൻഡ് hnRNA നമ്മൾ പല പ്രോസസ്സോ, ഇവിടെ ഒരു ക്യാപ്പ് കൊടുക്കണം, ഇവിടെ ടെയിലിംഗ് ഒക്കെ 5 പ്രൈം ക്യാപ്പിംഗ് ആൻഡ് 3 പ്രൈം പോളി എ ടെയിലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ mRNA കൊണ്ടുവരിക. ആൻഡ് mRNA is read from 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷനിലാണ്. ഇനി mRNAയുടെ ഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വരയ്ക്കാം. ദിസ് ഇസ് mRNA ആൻഡ് ദിസ് ഇസ് 5 പ്രൈം ആൻഡ് ദിസ് ഇസ് 3 പ്രൈം. ഇതിന്റെ തുടക്കത്തിൽ ഒരു ക്യാപ്പ് ഉണ്ട്. ഈ ഭാഗം നമ്മൾ ക്യാപ്പ് എന്നാണ് വിളിക്കുക. അവിടെ 7 മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉള്ള 7 ഇങ്ങനെയുള്ള ഒരു ക്യാപ്പ് ഉണ്ട്. 5 പ്രൈം ക്യാപ്പ് എന്ന് വിളിക്കാം അതിനെ. ആൻഡ് ഇവിടെ ഈ 7 മീഥൈൽ GTP is bound together by 5 പ്രൈം ടു 5 പ്രൈമിലാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത് എന്നൊരു വ്യത്യാസമുണ്ട്. ഫോസ്ഫേറ്റ് ലിങ്കേജ് ആണ്. ആൻഡ് അപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എന്താണ് ഗുണം? ഇതിനെ 5 പ്രൈം എക്സോ ന്യൂക്ലിയേസസ് വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കും. ദെൻ mRNAക്ക് അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കും. സോ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈ 5 പ്രൈം ക്യാപ്പിംഗ് ഉള്ളതുകൊണ്ട് സുഖമാണ്, സഹായിക്കും. മാത്രമല്ല റൈബോസോമിനെ mRNAയിൽ അറ്റാച്ച് ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇനി mRNAയുടെ ഈ 3 പ്രൈം എൻഡ് ഇവിടെ വേറെ സംഭവമുണ്ട്. അത് നമ്മൾ പോളി എ ടെയിൽ എന്നാണ് വിളിക്കുക. സോ ഇതും ഈ 3 പ്രൈം എക്സോന്യൂക്ലിയസിന്റെ ആക്ടിവിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിക്കും. അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കും. ദെൻ ന്യൂക്ലിയസിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ദെൻ ഈ ക്യാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഭാഗം, ഇതിനെ നമ്മൾ 5 പ്രൈം UTR ഓർ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്നാണ് പറയുന്നത്. സോ ഈ ഭാഗം പ്രോട്ടീൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരത്തില്ല. ആൻഡ് ഇതേപോലെ ഇവിടെയുമുണ്ട് 3 പ്രൈം UTR എന്ന് പറയുന്ന ഭാഗം ഇവിടെയുമുണ്ട്. ആൻഡ് ദെൻ നടുവിൽ ഉള്ള ഈ ഭാഗമാണ് നമ്മൾ എന്താ പറയുക, പ്രോട്ടീൻ കോഡിംഗ്, സ്പെസിഫിക് പ്രോട്ടീൻ, ഒരു പ്രോട്ടീന്റെ കോഡിംഗ് ഉള്ള ഏരിയ ആണ്. ഓപ്പൺ ഫ്രെയിം റീജിയൻ. ഓരോ അമിനോ ആസിഡ്സിനും ഓരോ കോഡുകളാണ് ഇവിടെയുള്ളത്. സോ ഇതിന്റെ തുടക്കത്തിൽ ദർ വിൽ ബി എ സ്റ്റാർട്ടിംഗ് കോഡോൺ ഉണ്ട്. സ്റ്റാർട്ടിംഗ് കോഡോൺ 3 ലെറ്ററുള്ള കോഡാണ്. അത് തുടക്കത്തിലായതുകൊണ്ട് AUG ആണ് മിക്കവാറും. മെത്തിയോണിൻ ആയിരിക്കും മിക്കവാറും പിടിക്കുക. പ്രോകാരിയോട്സിലാണെങ്കിൽ ഫോമൈൽ മെത്തിയോണിൻ ആയിരിക്കും കറസ്പോണ്ടിങ് അമിനോ ആസിഡ്. സോ ഇതാണ് സ്റ്റാർട്ടിംഗ് കോഡോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇനിയുള്ള ഭാഗത്താണ് ഈ പ്രോട്ടീൻ കോഡ്. ഇത്രയും ഭാഗമാണ് പ്രോട്ടീൻ ഏതാണ് എന്ന് പറയുന്ന കോഡ്. സോ യൂകാരിയോട്സിൽ ഞാൻ ഇപ്പോൾ വരച്ച പോലെ ഒറ്റ ഒരു കോഡായിരിക്കും. സോ അതിന് നമ്മൾ യൂകാരിയോട്സിലാണെങ്കിൽ മോണോസിസ്ട്രോണിക് എന്ന് വിളിക്കും. പക്ഷേ പ്രോകാരിയോട്സിൽ ക്യാൻ ബി പോളിസിസ്ട്രോണിക് ആകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3. ഇപ്പൊ ലാക് എ ഒക്കെ നമ്മൾ കണ്ടു. ഇത് Z ആയിരുന്നു. ഇത് Y, ലാക് എ. ഇങ്ങനെ 3, 4 പ്രോട്ടീൻ, 5 പ്രോട്ടീൻ ഒക്കെ ഉണ്ടാകാം. അപ്പൊ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് കോഡോണും എൻഡിങ് കോഡോണും ഒക്കെ സെയിം ആയിരിക്കും. സോ അതിനാണ് നമ്മൾ പോളിസിസ്ട്രോണിക് എന്ന് നമ്മൾ വിളിക്കും. സോ ഒന്നിലധികം പ്രോട്ടീനെ കോഡ് ചെയ്യുന്നതാണ് പോളിസിസ്ട്രോണിക്. യൂകാരിയോട്സിലെ മോണോസിസ്ട്രോണിക് ആയിരിക്കും. ആൻഡ് ഇവിടെ അവസാനം ഈ 3 പ്രൈം UTR ശേഷം അതിനു മുമ്പ് ഇവിടെ there will be a stop codon ഉണ്ട്. സ്റ്റോപ്പ് കോഡോൺ യൂഷ്വലി UAA ആയിരിക്കാം, അല്ലെങ്കിൽ UAG ആയിരിക്കാം, അല്ലെങ്കിൽ UGA. സോ ഇതിനെ ഒരു അമിനോ ആസിഡും കോഡ് ചെയ്യാത്തതാണ് സ്റ്റോപ്പ് കോഡോൺ. സോ ഇതാണ് mRNA. ആൻഡ് ഈ പ്രോകാരിയോട്സിൽ ചിലപ്പോൾ ഒരു ഭാഗമുണ്ട്. അതിനെ നമ്മൾ ഷൈൻ ഡെൽഗാനോ സീക്വൻസ്, അവിടെ mRNA വന്ന് പിടിക്കാനുള്ള സീക്വൻസ് ഒക്കെ കാണും. ഇനി രണ്ടാമത്തെ RNA നമുക്ക് പറയേണ്ടത് റൈബോസോമൽ RNA ആണ്, rRNA ആണ്. ആൻഡ് ദിസ് ഇസ് നോൺ കോഡിംഗ് RNA ആണ്. ഹൗസ് കീപ്പിംഗ് RNA ഇൻ ദ റൈബോസോം. ആൻഡ് ദിസ് ഇസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് റൈബോസോമിന്റെ ഭാഗമാണ്. ആൻഡ് സെല്ലിലെ 80% ഒരു സെല്ലിനകത്ത് ടോട്ടൽ RNA എന്ന് പറയുന്നത് ഈ റൈബോസോമൽ RNA. ആൻഡ് ഇതിന് mRNAയേക്കാൾ ലോങ്ങർ ഹാഫ് ലൈഫ് കുറച്ചും കൂടി ലോങ് ആണ്. ആൻഡ് യൂകാരിയോട്സിലും പ്രോകാരിയോട്സിലെ റൈബോസോമും വ്യത്യാസമാണ്. യൂകാരിയോട്സിൽ നമുക്കറിയാം 2 സബ് യൂണിറ്റ് പറയുമ്പോൾ 80S ആണ്. പ്രോകാരിയോട്സിൽ നമ്മൾ അതിനെ 70S എന്നാണ് പറയുന്നത്. സോ യൂകാരിയോട്സിലെ ഇപ്പോൾ ഒരു 40S ഉണ്ട്, ഒരു 60S ഉണ്ട്. ഇവിടെ 30S ആൻഡ് 50S ആണ്. ആൻഡ് ഇതിലെ 60Sനകത്തുള്ളത് 5.8S rRNAയും then 28S rRNAയും then 5S rRNAയും ആണ് ഇതിനകത്തുള്ളത്. ആൻഡ് 40Sൽ ഇവിടെ ഉള്ളത് 18S rRNA ആണ്. ആൻഡ് ഇവിടെ പ്രോട്ടീൻ ഉണ്ട്. ഇവിടെ ഒരു 50 പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഏകദേശം 30 പ്രോട്ടീനും ഇതിനകത്തുണ്ട്. സോ 50
സോ ഇതും കൂടി ചേർന്നാണ് ഈ റൈബോസോം എന്ന് പറയുന്നത്. ആൻഡ് അതിൽ 5SRRNA ഉണ്ടാകുന്നത് RNA പോളിമറൈസ് 3 വഴിയാണ്. RNA പോളിമറൈസ് 3 വഴിയാണെങ്കിൽ ബാക്കി എല്ലാം ഉണ്ടാകുന്നത് RNA പോളിമറൈസ് 1 വഴിയാണ് എന്നും കൂടി ഒന്ന് ഓർക്കും. ആൻഡ് പ്രോകാരിയോട്സിൽ ഇവിടെ ഉള്ളത് നമുക്കറിയാം 50Sൽ 23SRRNA ഉണ്ട്, 5SRRNA ഉണ്ട് ആൻഡ് 34 പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഇവിടെ 30Sലുള്ളത് 16SRRNA ആണ്. ആൻഡ് പ്രോട്ടീൻ എത്ര ഉണ്ട്? ഇവിടെ ഏകദേശം 21 പ്രോട്ടീൻസ് ഉണ്ട്. സോ ഇവിടെ ഫംഗ്ഷൻ ഇവിടെ ഫംഗ്ഷൻ ഒരു സ്കഫോൾഡിംഗ് ആയിട്ട്, സോ RRNA ഇതിനകത്തിരിക്കാന്ന് വെച്ചാൽ ദിസ് ക്യാൻ ആക്ട് ആസ് എ സ്കഫോൾഡിംഗ് ഫോർ പ്രോട്ടീൻസ്. അതിനകത്തുള്ള RRNA പ്രോട്ടീനൊക്കെ ഇവിടെ ഒന്നായിരിക്കും പിടിച്ചിരിക്കുക. അങ്ങനെയാണ് ഈ റൈബോസോംസ് ഉണ്ടാവുക. സോ ഇറ്റ്സ് ആൻ ഇന്റഗ്രൽ പാർട്ടാണെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് ആസ് എ കാറ്റലിറ്റിക് റോൾ ഫംഗ്ഷനിങ് ഓഫ് പെപ്റ്റൈഡ്. രണ്ട് ഇതൊരു അമിനോ ആസിഡ്, ഇതൊരു അമിനോ ആസിഡ് തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കാനായിട്ട് ഇവിടെ കാറ്റലറ്റിക് റോളും ഇതിന് നിർവഹിക്കാനുണ്ട്. സോ എൻസൈമാറ്റിക് ആക്ഷൻ ഉണ്ട് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. സോ അതുകൊണ്ട് നമ്മൾ റൈബോസൈംസ് എന്നും വിളിക്കും. റൈബോസോമൽ RRNA നമ്മൾ റൈബോസൈംസ് എന്നും നമ്മൾ വിളിക്കാറ്. സോ ഇതാണ് RRNA. ആൻഡ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട RNA എന്ന് പറയുന്നത് tRNA ആണ്, ഓർ ട്രാൻസ്ഫർ RNA ആണ്. സോ ഇത് സൈറ്റോപ്ലാസത്തിലാണ് ആൻഡ് ദിസ് ഈസ് സ്മോൾ, ചെറുതാണ്, സോലുബിൾ ആണ്. സോലുബിൾ RNA എന്നും നമ്മൾ പറയും. ആൻഡ് സെല്ലിലെ മൊത്തം ഏകദേശം നോക്കി കഴിഞ്ഞാൽ 15% tRNAs ആണ്. ആൻഡ് സാധാരണ ഒരു tRNAക്ക് ഒരു 75 മുതൽ ഒരു 90 വരെ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. മിക്കവാറും എല്ലാത്തിനും ഒരു 76 ന്യൂക്ലിയോടൈഡ്സ് ആണ്. ആൻഡ് ഇവിടെ 4 ആം സ്ട്രക്ചർ, അങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഉള്ളത്. ഡിസ്ക്രൈബ് ചെയ്തത് ഹോളി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് ലുക്സ് ലൈക്ക് ക്ലോവർ ലീഫ് സ്ട്രക്ചർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഇവിടെ ടേഴ്സറി സ്ട്രക്ചർ ഒരു L ഷേപ്പ് ആണ്. ആൻഡ് ഇതിനപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ റൈബോസോമിൽ പോയി ഒട്ടിച്ചേരാനായിട്ട് പറ്റും. ആൻഡ് tRNAയിൽ വ്യത്യാസങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ അതാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ്. അല്ലാതെ ചില അൺയൂഷ്വൽ ന്യൂക്ലിയോടൈഡ്സ് കൂടി ഉണ്ട്. ഉദാഹരണത്തിന് ഡൈഹൈഡ്രോ യുറാസിൽ ചിലപ്പോൾ അതിനകത്ത് കാണും, ദെൻ തൈമിൻ കാണും, ദെൻ മീഥൈൽ അഡിനോസിൻ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാകാം, ദെൻ ഡൈമീഥൈൽ ഗ്വാനിൻ കാണാം, ദെൻ നമ്മുടെ ഹൈപ്പോസാന്തിൻ. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ന്യൂക്ലിയോടൈഡ്സ് ആയിട്ട് ഇതിനകത്ത് കാണാം എന്നുള്ളത്. ആൻഡ് ഇവിടെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതാണ് ഒരു ക്ലോവർ ലീഫ് സ്ട്രക്ചർ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, സോ ഇത് 5 പ്രൈം എൻഡ് ആൻഡ് ഇത് 3 പ്രൈം എൻഡ്. ഓക്കെ, ആൻഡ് ദിസ് ആം ഈസ് കോൾഡ് ആസ് ദ D arm വിത്ത് D ലൂപ്പ് എന്ന് വിളിക്കാം. ആൻഡ് ദിസ് ആം ഈസ് ദ A arm ഓർ ആന്റി കോഡോൺ ഭാഗമാണ് ഇത്. ആൻഡ് ദിസ് ഈസ് ദ T arm ഓർ T-C എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ വേരിയബിൾ റീജിയൻ. ആൻഡ് ഇവിടെയാണ് അമിനോ ആസിഡ് വന്ന് പിടിക്കുന്ന അക്സെപ്റ്റർ റീജിയൻ എന്ന് പറയുന്ന ഇവിടെയാണ്. ഇവിടെ CCA ഉണ്ട്, CCA എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അൺകോംപ്ലിമെന്ററി ഭാഗം ഉണ്ട്. സോ ഇതാണ് ഇവിടെ സ്ട്രക്ചർ. ഈ D arm എന്ന് വിളിക്കാൻ ഈ D ലൂപ്പ് എന്നും പറയും. ഇങ്ങനെ ലൂപ്പായുണ്ട്. ഇങ്ങനെ വിളിക്കാൻ കാരണം ഇവിടെ ഡൈഹൈഡ്രോ യുറാസിൽ ഉള്ളത് കൊണ്ടാണ് D ലൂപ്പ് എന്ന് വിളിക്കുന്നത്. A സൈറ്റ് നമ്മൾ ആന്റി കോഡോൺ ആണ്. 1 2 3 കോഡോൺ, ട്രിപ്ലെറ്റ് കോഡോൺ. സോ ഇതാണ് നമ്മൾ ആന്റി കോഡോൺ എന്ന് പറയാം. സോ ഇവിടെയാണ് കൃത്യമായിട്ട് മറ്റേ mRNA വന്ന് അറ്റാച്ച്. സോ mRNA കോഡോൺ ഇവിടെ ഉണ്ട്, ആന്റി കോഡോൺ ഇവിടെ. സോ സ്പെസിഫിക് അമിനോ ആസിഡ് ആണ്. ആൻഡ് T5C ഭാഗത്ത് തൈമിൻ ഉണ്ട്, ദെൻ സ്യൂഡോ യൂറിഡിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ദെൻ സൈറ്റിഡിൻ. ഇതുള്ള ആമാണ്. ആൻഡ് സാധാരണ ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെ ബൈൻഡ് ചെയ്യുന്നത് C-N ആണ്, C1 to N1 ആണെങ്കിൽ. പക്ഷെ ഇവിടെ C1 to C5 ബൈൻഡിങ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ഭാഗത്തെ സ്യൂഡോ എന്നൊക്കെ പറയാം. ഓക്കെ, ആൻഡ് ദിസ് ഫൈനൽ A സൈറ്റ് എന്ന് പറയുന്നത് അക്സെപ്റ്റർ ആം നമ്മൾ പറഞ്ഞു. സോ ഇവിടെയാണ് അമിനോ ആസിഡ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെയാണ് അമിനോ ആസിഡ്സ് അറ്റാച്ച് ചെയ്യുന്ന അവിടെയുള്ള റൈബോ ഷുഗറിന് 2 ഭാഗമുണ്ട് നമ്മൾ പറഞ്ഞു. OH ഉണ്ട്, 2 3 3 സാധാരണ പിടിക്കേണ്ടത്. ചിലതെങ്കിലും 2 ഒന്ന് പിടിക്കാം, പിന്നീട് 3 പിടിച്ചാൽ അമിനോ ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് അമിനോ ആസിഡും Tയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു എസ്റ്റർ ബോണ്ടാണ് ഉണ്ടാകുന്നത്. എസ്റ്റർ ബോണ്ട് ഉണ്ടാകാനായിട്ട് അമിനോ അസൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം നമുക്കിവിടെ ആവശ്യം. സോ നമുക്ക് 20 അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ അപ്പൊ 20 ടൈപ്പ് tRNA ഉണ്ടായിരിക്കണം. ആൻഡ് പ്രോകാരിയോട്സിലൊക്കെ ആണെങ്കിൽ 22 തരം കാണാം. പൈറോലിന് ഉള്ളത് കാണണം, ദെൻ സെലിനോസിസ്റ്റിനൊക്കെ ഉള്ളത് സെറിൻ അമിനോ ആസിഡിനുള്ളത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇനി tRNAയിൽ ഇപ്രോമുള്ള സ്ട്രാൻഡ്സ്, ഇതൊരു സ്ട്രാൻഡ് ആണെങ്കിൽ തമ്മിൽ കോംപ്ലിമെന്ററി ഉണ്ടെന്ന് വിചാരിക്കുക. കോംപ്ലിമെന്ററി പെയർസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ D ലൂപ്പിൽ 1 ഇങ്ങനെ വരികയാണെങ്കിൽ 4 ഫോം ചെയ്യും. ഓക്കെ, ആന്റി കോഡോൺ ഭാഗത്ത് ഇങ്ങനെ 5 ഫോം ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെയും 5 ഫോം ചെയ്യാം. 5. ആൻഡ് ഈ ഭാഗത്ത് അക്സെപ്റ്റർ സ്റ്റെം ഇവിടെ നമുക്കൊരു 7 ഇങ്ങനെ ഫോം ചെയ്യും. സോ tRNAയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഫംഗ്ഷൻ എന്താണ്? ഇവിടെ നിന്ന് അമിനോ ആസിഡ് ഇവിടെ പിടിച്ചിട്ടുണ്ട്. ദിസ് ഈസ് അമിനോ ആസിഡ്. ഇത് പൊക്കി കൊണ്ടുപോയി നമ്മുടെ
നമ്മുടെ റൈബോസോമിൽ കൊണ്ടുപോയി ഒട്ടിക്കുക എന്നുള്ളതാണ്, ചേർക്കുക, കൊടുക്കുക എന്നുള്ളതാണ്. സോ ദിസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിഫിക് അമിനോ ആസിഡ് ഫ്രം ദ സൈറ്റോപ്ലാസം ടു ദ റൈബോസോം ഫോർ പ്രോട്ടീൻസ്. അതാണ് tRNAയുടെ ഫംഗ്ഷൻ. സോ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന റൈബോസോമിനും പ്രോട്ടീന്റെ കോഡുള്ള mRNAക്കും ഇടയിൽ അതിന് രണ്ടിനെയും കൂട്ടിയിണക്കുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ അഡാപ്റ്റർ മോളിക്യൂൾ എന്നും വിളിക്കാറുണ്ട്. അഡാപ്റ്റർ മോളിക്യൂൾ. സോ ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട RNAs. ഇനി ബാക്കിയുള്ളത് നോൺ കോഡിംഗ് ആണ്. നോൺ കോഡിംഗ് RNAസിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. സോ ഒന്ന് ലോങ് നോൺ കോഡിംഗ് RNAs ആണ്. ലോങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 200 ന്യൂക്ലിയോടൈഡ്സിൽ കൂടുതൽ ഉള്ളതാണ്. സോ ഇവയിൽ വിവിധ പ്രോട്ടീൻസുകൾ വന്ന് ചേരും, ഒട്ടിച്ചേരാനായിട്ട് പറ്റും. ഇത് DNA ആണെങ്കിൽ ഇതാണ് ലോങ് കോഡിംഗ്. ഇതിൽ പല പ്രോട്ടീൻ വന്ന് ഒട്ടിച്ചേർന്നാൽ ഇവിടെ വന്ന് ഒട്ടിച്ചേരാം. സോ DNAയിൽ ഒട്ടിച്ചേരാതെ ഇവിടെ വന്ന് ഒട്ടിച്ചേരാനായിട്ട് പറ്റും. സോ ഫങ്ഷൻസ് ടു പ്രൊഡ്യൂസ് ആൻ അലോസ്റ്ററിക് എഫക്ട്. സോ ഡിഫറെന്റ് പ്രോട്ടീൻസ് ക്യാൻ ബൈൻഡ് ടു DNA. DNAയിൽ ബൈൻഡ് ചെയ്തതുപോലെ തന്നെയാണ് ഇത് പോയി DNAയിൽ ബൈൻഡ് ചെയ്തു. സോ ദിസ് ആക്ട് ആസ് എ സ്കാഫോൾഡ് ഫോർ റിക്രൂട്ടിംഗ് മൾട്ടിപ്പിൾ പ്രോട്ടീൻസ്. റെഗുലേറ്ററി പ്രോട്ടീൻസിന് ഇവിടെ വന്ന് ഒട്ടിച്ചേരാം. ആൻഡ് ഇതിന് പലപ്പോഴും റിപ്പീറ്റ് യൂണിറ്റ്സ് ഉണ്ടാകും. സോ ഹിസ്റ്റോൺ മോഡിഫിക്കേഷനൊക്കെ ഈ പ്രോട്ടീൻ വന്ന് ഈ തരം ലോങ് നോൺ കോഡിംഗ് RNAസിനൊക്കെ വന്ന് ഒട്ടിച്ചേരാനായിട്ട് പറ്റുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് ലോങ് നോൺ കോഡിംഗ് RNA. ഇനി രണ്ടെണ്ണം ഞാൻ പറയുന്നത് വൺ ഈസ് ഷോർട്ട് ഇന്റർഫെറിംഗ് RNA ആണ്. ഷോർട്ട് ഇന്റർഫെറിംഗ് RNA, siRNA നമുക്ക് പറയാം. ആൻഡ് അടുത്തത് മൈക്രോ RNA ആണ്. മൈക്രോ RNA. ഇവിടെ ഏകദേശം ഫംഗ്ഷൻസ് ഒക്കെ ഒരു സിമിലർ ആണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരുമിച്ച് പറയുന്നത്. ഷോർട്ടിന് 20 to 27 ന്യൂക്ലിയോടൈഡ്സ് ആണെങ്കിൽ ഇതിനൊരു 22 ന്യൂക്ലിയോടൈഡ്സ് ആണ്. ആൻഡ് siRNA ഉണ്ടാക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. mRNA ഉണ്ടാക്കുന്നത് ന്യൂക്ലിയസിനകത്താണ് ഉണ്ടാകുന്നത്. ആൻഡ് ദിസ് siRNA ഉണ്ടാകുന്നതിന് ലൂപ്പ് സ്ട്രക്ചർ ഇല്ല. സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇതിന് ഇങ്ങനെയുള്ള ലൂപ്പ് സ്ട്രക്ചർ കണ്ടേക്കാം. രണ്ടും ചെയ്യുന്നത് ഏകദേശം സിമിലർ ഫംഗ്ഷൻ ആണ്. ആൻഡ് siRNA ഇൻ ഷോർട്ട് ആന്റിസെൻസ് ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇത് mRNA ആണെങ്കിൽ അവിടെ പോയി ഒട്ടിച്ചേരാവുന്ന ഷോർട്ട് ആന്റിസെൻസ് ട്രാൻസ്ക്രിപ്റ്റ് പോലെ ആക്ട് ചെയ്യുന്നു. സോ mRNA അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്ലീവ് ചെയ്യാനായിട്ട്. ആൻഡ് ഇത് ചേരുമ്പോൾ ഇതിൽ പല ആൾക്കാരും കൂടി വന്ന് പിടിച്ചിട്ടുണ്ടാവുന്നതാണ് റിസ്ക് എന്ന് വിളിക്കും. RNA ഇൻഡ്യൂസ്ഡ് സ്ലൈസിംഗ് കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. RNA ഇൻഡ്യൂസ്ഡ് സ്ലൈസിംഗ് കോംപ്ലക്സ്. ഇതിനും അതേപോലെ തന്നെ ഒന്നൊട്ടിച്ചേരുകയാണെങ്കിൽ അതിനും ഈ പറഞ്ഞ മാതിരി റിസ്ക് എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടാക്കി ഇതിന് ഡീഗ്രേഡ് ചെയ്യാനും സ്ലൈസ് ചെയ്യാനായിട്ടും പറ്റും. സോ പലപ്പോഴും നമുക്ക് RNA ഒക്കെ mRNA ഒക്കെ സ്ലൈസ് ചെയ്യാനും അതിനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ സംഭവങ്ങൾ ഉപയോഗിക്കുക. എക്സ്പെരിമെന്റൽ ടൂളായിട്ട് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ദിസ് siRNAയും മൈക്രോ RNA. മൈക്രോ RNA നമ്മൾ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കുന്ന മറ്റേ പോളി എ ടെയിൽ അതൊക്കെ മുറിച്ചു മാറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കും. ദെൻ siRNA ട്രാൻസ്ലേഷൻ തടയാനും എൻഹാൻസ് mRNA ഡീഗ്രഡേഷനും വേണ്ടി ഉപയോഗിക്കാം. റിസർച്ച് ടൂളാണ്. ഇനി സ്മോൾ ന്യൂക്ലിയർ RNA ഉണ്ട്, സ്മോൾ ന്യൂക്ലിയോലാർ RNA ഉണ്ട്, ദെൻ സ്മോൾ സൈറ്റോപ്ലാസ്മിക് RNA, ഇങ്ങനെ പലയുള്ള RNAs ഒക്കെ ഉണ്ട്. ആൻഡ് സ്മോൾ ന്യൂക്ലിയർ RNA നമ്മൾ സ്നർപ്സ് എന്നാണ് വിളിക്കുക. സ്നർപ്സ് എന്ന് നമ്മൾ വിളിക്കും. ദെൻ സ്മോൾ സൈറ്റോപ്ലാസ്മിക് ന്യൂക്ലിയ നമ്മൾ സ്ക്രിപ്സ് എന്നൊക്കെ വിളിക്കാം. സ്ക്രിപ്സ്. ഓക്കെ. ആൻഡ് ഈ സ്ക്രിപ്സിന്റെ പണി പ്രോട്ടീൻ പ്രോസസ്സിംഗ്, സെക്രീഷൻ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഇത് സ്പ്ലൈസിയോസോം നമ്മൾ നേരത്തെ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. പിന്നെ ഒരെണ്ണം RNase P എന്ന് പറയുന്ന ഒരു കാറ്റലിറ്റിക് RNA ഉണ്ട്. റൈബോസൈംസ് എന്നും അവയെ വിളിക്കാറുണ്ട്. പിന്നെ ഉള്ളത് മൈറ്റോകോൺട്രിയലാണ്. മൈറ്റോകോൺട്രിയൽ RNA ഇതൊരു പ്രത്യേകതരം കൂട്ടമാണ്. അതിനകത്ത് 16S ഉള്ളതുണ്ട്, 12S ഉള്ള RNA ഉണ്ട്, ദെൻ 22S RNA ഉണ്ട്, 13S RNA. സോ ഒരു യുണീക്ക് RNA ഒക്കെ ഉള്ളതാണ് ഈ മൈറ്റോകോൺട്രിയൽ RNA. സോ ഞാൻ ഈ പറഞ്ഞതല്ലാതെയും ചില RNA കൂടിയൊക്കെ ഉണ്ട്. ഓക്കെ. സോ ഇത്രയും ഭാഗം സത്യത്തിൽ പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്. ഞാൻ മൊത്തം RNA പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട RNAകൾ പറഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് പേരുകൾ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.